ഇതെല്ലാം നമ്മൾ ഇന്നത്തേക്കുള്ള ഓർഡേഴ്സൊക്കെ ക്രംകോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമല്ല, ഇന്ന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ കേക്കിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഫൈനൽ ലുക്ക് ഇതായിരുന്നു. പിന്നെ നമ്മൾക്ക് ഡെലിവറി ചെയ്യാനുള്ള ബാക്കി കേക്കുകളിലേക്കെല്ലാം ഫോണ്ടൻ്റ് വർക്കും അതുപോലെ സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചേട്ടൻ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് രാവിലെ തന്നെ കൊടുക്കാനായിട്ട് ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ 1 kg കേക്ക് ഉണ്ടായിട്ടോ. അപ്പോൾ അത് ഫ്രോസൺ ഏഞ്ചലും അന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഫ്രോസൺ ഏഞ്ചൽസിൻ്റെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇത് 2 തീമും കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡാണ് കൊടുത്തത്. ഇതാണ് ഫ്രോസൺ ഏഞ്ചലും അന്ന എന്ന് പറയുന്ന ക്യാരക്ടർ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഫോക്സ് ബോൾസും കാര്യങ്ങളും വെക്കാനുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫോണ്ടൻ്റ് വർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്നോ സ്റ്റാർ ആയിരുന്നു ഇത്. ശരിക്കും തലേ ദിവസം നമ്മൾ വേറെ ഫോണ്ടൻ്റ് വർക്കിൻ്റെ ഒക്കെ കൂടെ ഡ്രൈ ആവാനായിട്ട് വെച്ചെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള ഫോണ്ടൻറ്റിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്നോ സ്റ്റാർസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വീണ്ടും അത് നമ്മൾ കുറച്ചും കൂടി CMC പൗഡറൊക്കെ വെച്ച് കുറച്ച് ഫോണ്ടൻറ്റും കൂടിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് രണ്ടാമത് ഡ്രൈ ആവാനായിട്ട് എടുത്തു വെച്ചിട്ടോ. അപ്പോൾ രണ്ടാമത് ഞാൻ കുറച്ച് ഓവൻ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ നമുക്ക് ഫോണ്ടൻറ്റ് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വർക്കുകളൊക്കെ വരുമ്പോൾ മാക്സിമം ഞാൻ കസ്റ്റമറോട് പറയാറുണ്ട്, കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് കുറച്ച് സമയം എടുക്കും. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ബാക്കി കേക്കിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെലിവറിക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ ഇതിനകത്തേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് അതായിരുന്നു. പിന്നെ ഇതൊരു 1 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. ഈ ഡിസൈൻസും മോഡലെല്ലാം കസ്റ്റമൈസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അതായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന ഓർഡർ ഒരു 1 kg ചോക്കോ റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അത് ഇതേപോലെ ടോൾ കേക്ക് ആയിട്ട് ചെയ്യാനും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാവയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1 kg പീസ് കേക്കും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീസിൻ്റെ എണ്ണം പറഞ്ഞില്ല, 1 kg മാക്സിമം കിട്ടുന്നത് എത്രയാണോ അത്ര എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 49 പീസസ് ആണ് കിട്ടിയത്. ഇത് ഞാൻ 9 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തത് കേട്ടോ. 2 ലെയറായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരുടെ ഒരു തീം റെഡ് ആൻഡ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കപ്പ് കേക്കിനും പീസ് കേക്കിനും എല്ലാം നമ്മൾ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തത്. നമുക്ക് ഇന്നത്തെ കേക്കുകളെല്ലാം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്ന് കഴിയണ അനുസരിച്ച് ചേട്ടൻ കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യും. പറ്റാത്തതിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് ഡെലിവറി ചെയ്തത്. അങ്ങനെ രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഒരുവിധം കേക്കുകളൊക്കെ നമുക്ക് കൊടുത്തു. ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെ ഫോണ്ടൻ്റ് വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് തലേ ദിവസം രാത്രി തന്നെ ചെയ്ത് ഡ്രൈ ആവാനായിട്ട് വെച്ചു. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു സ്നോ സ്റ്റാറും ഡ്രൈ ആവാനായിട്ട് വെച്ചത്. പക്ഷെ അത് എന്തോ ഡ്രൈ ആയി കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് CMC പൗഡറും കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ആ പോപ്സിനും സിക്കിൾസിനൊക്കെ വെക്കാനായിട്ടാണ് ഫോണ്ടൻ്റ് വർക്ക് ചെയ്തത്. പിന്നെ കേക്കിന് ഇതേപോലെ ഒരു ഡിസൈനാണ് തന്നത് കേട്ടോ. അപ്പോൾ ആ കസ്റ്റമർക്ക് തന്നെ ചെയ്യാനായിട്ട് ഒരു മെലഡിയുടെ മിഠായി വെച്ചിട്ടുള്ള ഒരു ബൊക്കയും അതുപോലെ തന്നെ നമ്മുടെ കിക്കാറ്റ് വെച്ചിട്ടുള്ള ഒരു ഡമ്മി ബൊക്കയും കൂടി ചെയ്യാനുണ്ടായിട്ടോ. അപ്പോൾ മെലഡി ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചൊട്ടിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിരുന്നു. അപ്പോൾ ആ ഒരു ബേസ് ബോർഡിൻ്റെ ഒരു കളർ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ച് ഫുള്ളായിട്ടൊന്ന് നമ്മൾ അടിച്ചിട്ട് നന്നായി ഉണക്കി. പിന്നെ ഇതിൻ്റെ മേളിൽ നമുക്ക് 2 സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് കിട്ടും, 2 സൈഡും പശയുള്ളത്. അത് ജസ്റ്റ് നമ്മളൊന്ന് മൊത്തമായിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് മിഠായി വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇതിനടിയിൽ നമുക്കിനി ഒരു സ്റ്റിക്ക് കുത്താനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കും കൂടിയൊക്കെ കുത്തി വരുമ്പോൾ നമുക്ക് ബൊക്കെ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായി. അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു. ആ മിഠായിയുടെയും ബേസ് ബോർഡിൻ്റെയൊക്കെ വെയിറ്റ് ആ കോലും അങ്ങനെ താങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടൈം ഇച്ചിരി കുറവായിരുന്നു രണ്ടാമത് അത് അഴിച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ വേറെ പണിക്കൊന്നും നിന്നില്ല കേട്ടോ. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി എനിക്ക് ഈ ഒരു മിഠായിയുടെ ഇത് വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ. അങ്ങനെ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടോ. അടുത്തതുണ്ടായിരുന്നത് ഇതുപോലൊരു ഡമ്മിയിൽ നമുക്ക് ഈ കിക്കാറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യാനായിരുന്നു. അപ്പോൾ ഡമ്മി ഞാൻ എടുത്തിട്ടുണ്ടായത് 8 ഇഞ്ചിൻ്റെ ആയിരുന്നു. പക്ഷേ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം ഹൈറ്റ് നമുക്ക് മിഠായിക്ക് അത്രയും അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗം മേളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു മിഠായിയുടെ ഹൈറ്റിനാണ് നമ്മൾ ഡമ്മി നിർത്തിയിട്ടുണ്ടായത്. പിന്നെ 2 സൈഡ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് കിക്കാറ്റും
സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടി വെച്ചു, ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ചിട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് കസ്റ്റമർ ചെയ്യാനായിട്ട് തന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. നമ്മളുടെ മെലഡി മിഠായി വെച്ചിട്ട് ചെയ്ത ബൊക്കെ മാത്രമാണ് എനിക്ക് അത്ര അങ്ങ് സാറ്റിസ്ഫൈഡ് അല്ലാതെ പോയത്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടും പിന്നെ ടൈമിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-21 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ഇതുപോലെ കാറിനാണ് കൊണ്ടുപോയത്. 2 വീലറിന് കൊണ്ടുപോയാൽ കുറച്ച് പോസിബിൾ അല്ലായിരുന്നു, കാരണം നല്ല വെയിലും ക്ലൈമറ്റ് എപ്പോഴാണ് മാറണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോണ വഴി മഴയൊക്കെ എങ്ങനെ പെയ്താൽ ഇത്രയും ഐറ്റംസ് ഉള്ളതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ ചെന്നു, എല്ലാം നമ്മൾ അവിടെ ചെന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. എൻ്റെ പുള്ളിക്കാരി നമ്മളുടെ സ്ഥിരം കസ്റ്റമറാണ്. എല്ലാ ഫംഗ്ഷനും എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് വന്നിട്ടും കുറച്ച് കേക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു 1 kg വെയിറ്റ് വരുന്ന ഫെറാറോ റോഷറിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ക്രീമിലും ഉള്ളിൽ ഫില്ലിങ്സിൽ ന്യൂട്ടല്ലയും അതുപോലെ ഫെറാറോൻ്റെ ചോക്ലേറ്റ്സും എല്ലാം ഫില്ലിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഫില്ലിംഗ് ഒന്നും ഒരു കേക്കിൻ്റെയും എടുക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റത്തെ ഡെക്കറേഷൻസും ഡെലിവറിയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തു, ഇതുപോലെ റൈറ്റിങ്സ് ഒക്കെ എഴുതി അതും ഡെലിവറി ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു 3 കേക്കായിരുന്നു. ഇത് ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ, 1 kg. ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ 4 ലെയർ ആയിട്ടാണ് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേളിൽ നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഡ്രിപ്പ് ചെയ്തിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കമൻറ്റിൽ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കാറുണ്ട്, കേക്കിന് ഹൈറ്റ് കിട്ടുന്ന കാര്യങ്ങളും ഹൈറ്റ് എങ്ങനെയാണ് കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.